ഞാൻ ഈ സ്മൃതി മേഡത്തിന്റെ ഈ ആവേശം കണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഞാൻ ഒന്നും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സ്മൃതി മേഡം, ഒറ്റ ചോദ്യം. ഈ രാഹുൽ ഗാന്ധിയുടെ വീടാണല്ലോ ഈ പറഞ്ഞ ഡൽഹിയിലുള്ളത്, ജൻപത്തിലുള്ളത്. സോണിയാഗാന്ധി ഇവരുടെ രാഹുൽ ഗാന്ധിയുടെ അമ്മയാണല്ലോ. അവരെയാണല്ലോ ഈ പറയുന്ന ഗോവർദ്ധനും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോയി കണ്ടത്. എന്തിനാ കണ്ടത്? ഒറ്റ ചോദ്യം. അറിയത്തില്ല എന്നെങ്കിലും പറ. ചോദിക്കാൻ പറ്റാത്ത മനുഷ്യനാണ് തിരക്കൂട്ടല്ലേ. ഏത് വർഷം സ്വർണ്ണം കളിയെ? ഏത് വർഷം സ്വർണ്ണം കട്ടെ? ഏത് വർഷമാണ് പോയത്? ഏത് വർഷം? ഏത് വർഷം കൊള്ളയല്ല, ഏത് വർഷമാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് സ്വർണ്ണം കട്ടത്? സ്മൃതി വേണം പറ. 2019. ഏത് വർഷം? 19 ശേഷമാണോ? ആ 19 ശേഷമാണോ അടൂർ പ്രകാശ് MP അടൂർ പ്രകാശങ്ങളുടെ കൂടെ നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ? അപ്പൊ അതിന് കട്ടതിന് ശേഷമല്ലേ പൊട്ടത്? എപ്പോഴായിരിക്കും പൊട്ടം? നിൽക്കലായിരിക്കും കട്ട സമയത്ത്. നടക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. നിങ്ങൾ ഇങ്ങനെ എത്ര കേരളത്തില് നടന്നു? ആ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുമായിട്ട് നമുക്കൊന്ന് സോണിയാഗാന്ധി കണ്ടിട്ട് വരാം. എന്താണോ പറയാൻ സമ്മതിച്ചാൽ മതി. ഏതെങ്കിലും ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്. ഏതെങ്കിലും ഒരു സർക്കാർ ഭരിക്കുമ്പോഴല്ലേ ഏതെങ്കിലും കളവർത്തി ഉണ്ടാവുക? ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. അപ്പൊ ആ കട്ട സാധനം 2019 ഈ പറഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് സ്വർണം കട്ടു. ആ സ്വർണം കട്ട ശേഷം ഈ പറഞ്ഞ ജൻപത്തിലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ചരടി കെട്ടിക്കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. ഈ സ്വർണം വാങ്ങിയ ഗോവർദ്ധനെയും കൂടെ കൂട്ടിപ്പോയി. എന്നിട്ട് അവിടെ ചെയ്യുന്ന സമയത്ത് നോർമൽ സ്റ്റേജിലുണ്ടല്ലോ, ആ കള്ളനെ അറസ്റ്റ് ചെയ്താൽ അവിടെ കൊണ്ടുപോയി തെളിവെടുക്കണമായിരുന്നു. ആരുടെ വീട്ടില്? ജൻപത്തിൽ കൊണ്ട് തെളിവെടുക്കണമായിരുന്നു. ആരാ ആവശ്യപ്പെടുന്നത്? അതാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യം. സ്മൃതി മേഡോ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ടല്ലോ ചരട് കെട്ടാൻ പോയതാ. ഞങ്ങൾക്ക് വിശ്വാസം. സോണിയാഗാന്ധി ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. രാഹുൽ ഗാന്ധി പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി മറുപടി പറയണം. നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി മറുപടി പറയണം. എന്തിനു കണ്ടു എന്നുള്ള കാര്യം സർക്കാരിന്റെ കാലത്ത് നടന്ന മോഷണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ എം പി ആയ അടൂർ പ്രകാശും ശബരിമല നിൽക്കുന്ന സ്ഥലത്തെ ഈ ശബരിമല നിൽക്കുന്ന ഈ പറയുന്ന ആ സ്ഥലത്തിന്റെ MP ആയ അടൂർ പ്രകാശും ഈ പറഞ്ഞ ഗോവർദ്ധനെയും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണനെയും പോറ്റിയിട്ട് പത്തനംതിട്ട MP ആന്റോ ആന്റണിയും കൂടെ കൂട്ടിയിട്ട് ശബരിമല ഡൽഹി ജൻപത്തിൽ പോയി സോണിയാഗാന്ധിനെ കണ്ടതിനാണെന്ന് പറയണം. കട്ട മുതൽ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അറിയത്തില്ലല്ലോ. ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും. ചോദിച്ചുകൂടെ? കേരളത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ലോ ഉള്ളത്. അതാണ് പറയുന്നത്. നിങ്ങളെന്തോ ശബരിമലയിലെ കേസ് തീർന്നതുപോലെ ഈ പാളിയിലും ഈ പറയുന്ന വിഗ്രഹത്തിലുമാണ് SIT അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പരാവരം പോലെ കുറെ നെയ്യ് എല്ലാം കൂടി അന്വേഷിക്കട്ടെ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഒരു മിനിറ്റ്. ഈ പാളിയിലെ സ്വർണം തന്നെ അന്വേഷിക്കുന്നത്. ഇത് കട്ടോണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കാ കൊടുത്തത്, എവിടെയാണ് കൊണ്ടുപോയത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം പൂർത്തിയായ പോലെയാണ് സ്മൃതി മേഡം പറയുന്നത്. പൂർത്തിയായിട്ടില്ല. അത് ഇന്ന് പാട്ടുപാടിയ ഈ രാഹുൽ ഗാന്ധിയായിട്ട് അതെന്താ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പോറ്റി നടന്ന വഴികൾ മുഴുവൻ തപ്പലല്ല. സ്വർണ്ണപ്പാളി കൊണ്ടുപോയ സ്ഥലങ്ങളാണ്. സ്വർണ്ണപ്പാളി വിഗ്രഹം കൊണ്ടുപോയ വഴികളാണ്. ആയിക്കോട്ടെ. പരാവാരം പോലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ല. ഒറ്റ മിനിറ്റ്. ഈ
സ്വർണം കേട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് ഉളുപ്പെങ്കിലും വേണം. ആ ഉളുപ്പെന്തിനാണെന്നറിയോ? ആ ഉളുപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗോവർദ്ധന്റെയും ഈ പറഞ്ഞ മുരാരി ബാബുവിന്റെയും ഈ പറഞ്ഞ ഈ പറയുന്ന സ്വന്തം വീട്ടിൽ കയറ്റി ചരടും ഗിഫ്റ്റ് വാങ്ങിയപ്പോ ചെറിയൊരു ഉളുപ്പ് വേണം. എപ്പോ 2019 ശേഷം കൊള്ള നടന്നതിന് ശേഷം അതെന്താ 2019 എം പി അടൂർ പ്രകാശിന്റെ കൂടെ 2019 എം പി അടൂർ പ്രകാശിന്റെ കൂടെ 2019 എം പി അടൂർ അപ്പൊ എന്താ അറിയോ പ്രശ്നം അറിയോ? സ്മൃതി കുടുങ്ങിപ്പോയി ഒറ്റ ചോദ്യം. ഞാൻ ഒന്നിനും കുടുങ്ങിയിട്ടില്ല. പറഞ്ഞോളൂ, പറയുന്നല്ലേ നിങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങ് സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് മുൻപല്ലേ പോയി കണ്ടത് എന്ന വാദം പൊളിഞ്ഞു. സ്വർണ്ണക്കൊള്ള നടന്നതിന് ശേഷമാണ് പോയി കണ്ടിട്ടുള്ളത്, അല്ലേ? ശരിയല്ലേ? എനിക്കറിയില്ല ഡേറ്റ്. നിങ്ങൾ പ്രകാശ് എം പി ആവുന്ന പറഞ്ഞല്ലോ സാറേ, 2019 അല്ല, വേറെ വർഷമാണ്. എനിക്ക് വിശ്വാസമില്ല. അതിന്റെ അർത്ഥം സ്വർണ്ണക്കൊള്ളയിൽ അയാൾക്ക് പങ്കിടുന്നൊന്നുമല്ല, അദ്ദേഹത്തിന് പങ്കിടുന്നതല്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സ്വർണ്ണക്കൊള്ളയാണ് അന്വേഷണം. സ്വർണ്ണക്കൊള്ളയിലാണ് 2 CPM പ്രധാനികൾ അകത്ത് കടന്നത്. അവരിപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ആ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രതിപക്ഷ പാർട്ടിക്ക് അവകാശമുണ്ട്. അത് അവർ ഉന്നയിക്കുകയും ചെയ്യും. വർഗീയത വേറെ, കൊള്ള വേറെ. കൊള്ള നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും. നിങ്ങളുടെ കാലത്താണ് ഭാഗമായ ആൾക്കാർ എന്തിനാണ് വീട്ടിൽ വന്നതെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പറപ്പാ. ഈ അയ്യപ്പ എന്ന് പറയുന്നതിന് കൂടെ അതും കൂടെ പറപ്പാ. എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്? എന്തിനാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ശരീരട്ടി കൊടുത്തത്? എന്തിനാണ് ഗിഫ്റ്റ് കൊടുത്തതെന്ന് പറയപ്പാ. അതാണ് വേണ്ടത്. ഈ പറയുന്നില്ലല്ലോ. എന്തിന് ഡൽഹിയിൽ പോയി, എന്നിട്ട് വാങ്ങി, എന്നിട്ട് കണ്ടു എന്നുള്ളത് കോൺഗ്രസിന് ഏതെങ്കിലും ഒരു നേതാക്കൾ പറയപ്പാ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനായിരിക്കുന്നാണ് തോന്നുന്നത്? സോണിയാഗാന്ധി ആർക്കറിയാം? പറഞ്ഞൊരു കാര്യമുണ്ട് അറിയോ? കേന്ദ്രത്തിലും ഭരണമില്ല, സ്റ്റേറ്റിലും ഭരണമില്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ കേസ്. ആയിക്കോട്ടെ, നിങ്ങളിങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, സ്വർണ്ണക്കൊള്ളയുടെ വീതവും കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾ ആഘോഷിച്ചോളൂ. ഒരു കാര്യം പറയാം സ്മൃതി മേഡം, എന്താണെന്നറിയോ? ഒരു ഇലക്ഷനാണ് വരുന്നത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്, വിശ്വാസികളെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. 2019 ശബരിമല പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട്, യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ഭൂലോക അടി കേരളത്തിൽ നടന്നില്ലേ? അത് കഴിഞ്ഞ് 2019 ഇലക്ഷൻ നടന്നു. ഒരു മിനിറ്റ് തിരക്കൂട്ടുണ്ട. 2019 ഇലക്ഷൻ നടന്നു. അന്നേരം എന്താ പറഞ്ഞറിയോ? അയ്യോ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങളിതാ 19 സീറ്റിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2021 ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ കണ്ടല്ലോ, 99 സീറ്റുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വന്നു. എങ്ങനെയാ വന്നത്? അന്നേരം ജനങ്ങൾ മറന്നുപോയായിരുന്നു. ഒരു വിഷയമില്ല. എന്ത് കോവിഡ്? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് ബോധ്യമുണ്ട് സ്മൃതി മേഡം, ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആദ്യത്തെ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മിനിറ്റ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് 3-4 രാഹുൽ ഗാന്ധി 4 ദിവസം ഒരു പാട്ടം പുറത്തുവിട്ടിട്ട് ഈ പറഞ്ഞ ഈ രാഹുലിനെതിരെ ഒരു പരാതിയില്ല. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി പറയണം. അത് രാഹുൽ ഗാന്ധി പറയണം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തി. മാത്രമല്ല 2019 രാഹുൽ ഗാന്ധി പറഞ്ഞു എത്രയാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ അത് വോട്ട് ചെയ്തോ? പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടിയെ സമ്മതിക്കില്ല. കോൺഗ്രസും CPM ആരും സമ്മതിക്കില്ല.
ആയിക്കോട്ടെ. നിങ്ങൾക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഐക്യമുണ്ട്. ഐക്യം വെച്ചിരുന്നോളൂ. തള്ളാൻ നിൽക്കരുത്. എന്ത് തള്ള്? സ്വപ്ന പറഞ്ഞത് ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ 97 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 9 പേരെ നിർത്തിയിട്ട് എന്താ സ്മൃതി? അതിന്റേതായ ദൗർബല്യങ്ങൾ ആ പാർട്ടിക്കുണ്ടാകും. ഇത് പറഞ്ഞാൽ മതി. അതാണ് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം പറയാൻ പ്രകടന പത്രികയിൽ പറയാൻ സർക്കാരിനെതിരെ പറയാൻ നിങ്ങളുടെ കയ്യിൽ പാളീസായി അവിടെ മഞ്ചേശ്വരത്ത് യു ഡി എഫിന്റെ നേതാവ് പറഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥി പട്ടിക നേതാവ് പറഞ്ഞതോടെ എസ്ഡിപിയുടെ ആരോപണം തോട്ടിപ്പോയി. ഇവിടെ അരുവിക്കരയിലും നിയമത്വം നടക്കുന്നത് പറഞ്ഞതോടുകൂടി BJP തോട്ടിപ്പോയി. പിന്നെ ശബരിമല മതി, അതാണ് വിഷയം. പൊളിഞ്ഞു പോവേയുള്ളൂ. ഒരു കേന്ദ്രത്തെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വന്നിട്ട് കമാന്ന് ഒരക്ഷരം BJPക്കെതിരെ പറയാതെ പോവാണ്. കമാന്ന് ഒരക്ഷരം 2 ദിവസം മുമ്പ് നരേന്ദ്രമോദി വന്നു പോയതാ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UP-യിൽ പറഞ്ഞ എന്താണെന്നറിയോ? ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ എല്ലാ സ്ത്രീകളെയും കയറ്റണമെന്നതാണ് എന്റെ നിലപാട്. പക്ഷേ കേരളത്തിലെ എന്റെ പാർട്ടിക്കാർക്ക് അതിനോട് യോജിപ്പില്ല എന്ന്. ആ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്ന് ഇപ്പോൾ ശബരിമല വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം അപഹാസ്യമാണ്. രാഹുൽ ഗാന്ധിന്റെ വയനാട് ഇലക്ഷന്റെ സമയത്ത് അനുകൂലിച്ചിരുന്നല്ലോ. ഇപ്പൊ എന്താ നിലപാടെന്ന് കൂടെ പറഞ്ഞു. ആയിക്കോട്ടെ, CPM-ന്റെ നിലപാട് 2007 കൊടുത്ത സത്യവാങ്മൂലത്തിൽ അതേ നിലപാടാണ് CPM-ന്. ഡോക്ടർ അരുണേ കുറച്ച് ഇവിടെ യുവതി പ്രവേശനമായിട്ട് നാട് നിങ്ങളെ പ്രസംഗിച്ചിട്ട് വോട്ടിന് വർത്താനം പറഞ്ഞിട്ട് ആ സത്യവാങ്മൂലത്തിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഈ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉണ്ടോ? നിങ്ങളെ അത് പഴയ കഥ പറഞ്ഞത് ആരാ? ഞാനല്ല, MV ഗോവിന്ദൻ. കോടതിയിൽ 2026 കൊടുത്തത് 2006 കാലത്ത് കൊടുത്ത സത്യവാങ്മൂലം സെയിം. അതെ, കുറച്ച് നാളമുണ്ടെങ്കിൽ ഈ പ്രതികരണം നടത്തില്ല. കാരണം CPM നാട് നിങ്ങളെ പ്രസംഗിച്ച് നടന്ന യുവതി പ്രവേശം ഇവിടെ നവോത്ഥാന സമിതി രൂപീകരിച്ചു, ഇവിടെ വനിതാ മതിൽ തീർത്തിട്ടേ പിന്നെ പറയണേ അതേ സത്യവാങ്മൂലം. കഷ്ടമാണ്. ഇങ്ങനെ വാദിക്കാതിരിക്കൂ. ബോധ്യത്തിന് വിരുദ്ധമായി അങ്ങയുടെ ബോധ്യത്തിന് വിരുദ്ധമായി വാദിക്കാതിരിക്കൂ. അത് സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. സ്മൃതിക്ക് എതിരെ അഭിപ്രായമുണ്ടോ? സർക്കാർ എന്തിനാന്ന് പറയൂ? മതിലിന് പിന്നാലെ സുപ്രീം കോടതിയിലെ പ്രിയപ്പെട്ട സ്മൃതി 2026 സത്യവാങ്മൂലവും 2006 സത്യവാങ്മൂലവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് പറയൂ. മതിൽ കെട്ടി എന്തിനാണെന്ന് അപ്പൊ മതിൽ പോയി. നവോത്ഥാന സമിതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇനി മതിലിന്റെ കാര്യം പറയണം. അല്ലല്ല, സത്യവാങ്മൂലമല്ല, നിലപാട് പറഞ്ഞിരുന്നു. സർക്കാർ കൊടുക്കുന്ന സത്യവാങ്മൂലത്തെക്കാൾ വലിയ നിലപാടുണ്ടോ? സുപ്രീം കോടതിയിൽ കൊടുത്ത നവോത്ഥാന സമിതിയുള്ളൂ. സോണിയാഗാന്ധി വീട്ടിൽ കയറിയത് അല്ല, സോണിയാഗാന്ധി നിങ്ങൾ പറഞ്ഞോ സ്വർണ്ണക്കൊള്ള നടന്നതിന് വിഷയം. സ്വർണ്ണക്കൊള്ള നടത്തിയവർ ചർച്ചയിൽ സമ്മതിക്കുന്നു. സ്വർണ്ണക്കൊള്ള നടന്നതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനും ഡോക്ടർ ഈ അവസാനം പറഞ്ഞിട്ട് ഇതാണ് തീർപ്പ്. സ്വർണ്ണക്കൊള്ള അറിയാത്ത സമയത്ത് സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരുന്ന സമയത്ത് അങ്ങനെ പോറ്റി പലരെയും കണ്ടിട്ടുണ്ട്. പോറ്റി പലരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അയാൾക്ക് ആ ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേക പരിപാടിയായിരുന്നു. ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് സ്വർണ്ണ ഗിഫ്റ്റ് കയ്യിലുണ്ട്, ഫോട്ടോ മാത്രമല്ല കയ്യിലുണ്ട്.
അങ്ങനത്തെ ആരോപണം ആന്റണിക്കോ എനിക്കോ ഇല്ല. അല്ലല്ല സോണിയാഗാന്ധി ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതിനെ കുറിച്ചേ അല്ല. അവരുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തു. മറുപടി പറയണം. ഇന്റഗ്രിറ്റിനെ ചോദ്യം ചെയ്താൽ മറുപടി പറയണം. എന്താണെന്ന് പറയണ്ടേ? എന്താ അറിയോ? വാ തുറന്ന് വർത്താനം പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ. വീട് കയറി ഇറങ്ങി ആളുകളുടെ കാല് പിടിച്ച് ഞങ്ങൾ ഇതാ നിലപാട് മാറ്റിയിട്ടോ എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നേരിട്ടാണ് വലിയ വർത്താനം പറയുന്നത്. നമുക്ക് നിർത്താം. പക്ഷെ അപ്പോഴും പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവരുത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം വാങ്ങിയ ഗോവർദ്ധനും രണ്ടാമത്തെ തവണ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകുന്നത് 2019 ശേഷമാണ്. അങ്ങനെ ഒരു തീർപ്പിലേക്ക് നമുക്ക് എത്താമല്ലോ അല്ലേ? ആചാരം ലംഘിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞ വാചകം, അതിൽ താങ്കൾക്ക് വിശ്വാസമില്ല. ആചാരം ലംഘിക്കണം, ആചാരം ലംഘിച്ചിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നിട്ടുള്ളതെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നവോത്ഥാന സമിതി രൂപീകരിക്കുന്നു, അതിനുശേഷം ഇവിടെ വനിതാ മതിൽ തീർക്കുന്നു, ഇപ്പോൾ മതിൽ പൊളിച്ചിട്ടു. നവോത്ഥാന സമിതിയിൽ നിന്ന് ബാക്കിയുള്ളവർ ഈ പറഞ്ഞ ഇരട്ടത്താപ്പിൽ മനം അടുത്ത് ഇറങ്ങിപ്പോയി. വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞ് നാടുനീളം നടന്നു. വെള്ളാപ്പള്ളിക്ക് ഷോള് പൊതച്ചു. ഇപ്പോഴും വെള്ളാപ്പള്ളി പിണറായി വിജയൻ ഇനിയും വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് വേണ്ടി അവിടെ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ട് ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഘം നടത്തുന്നു. ആഗോള അയ്യപ്പ സംഘത്തിൽ യോഗി ആദിത്യനാഥിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിന് കത്ത് വായിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മതേതരത്വം നന്നായി ദർശിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് അങ്ങനെ പറഞ്ഞ അവസാനം ആചാരങ്ങൾ മാറിയിട്ടാണ് സ്മൃതി നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് തർക്കമില്ല. അതിലും പൊളിച്ച് മാറ്റത്തിനെന്നും പറഞ്ഞ് ഇപ്പൊ തോറും കയറി ഇറങ്ങി ഞങ്ങളിതാ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അറിയാം മാറ്റി പറഞ്ഞു. എനിക്ക് നമസ്കാരമേ പറയാം. ഇരട്ടത്താപ്പ് അവിടെയല്ല. ഇരട്ടത്താപ്പ് എന്തറിയോ? ഗുജറാത്തിൽ പച്ചക്കൊടി പാടില്ല. ആ പച്ചക്കൊടി വയനാട്ടിൽ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വയനാട്ടിൽ വെച്ചിട്ട് ഗുജറാത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് വയനാട്ടിലും പാടില്ല പച്ചക്കൊടി. അത് വേറെ നിലപാടാണ്. എന്നാൽ ഗുജറാത്തിൽ വോട്ട് കിട്ടണമെങ്കിൽ ഇവിടെ പച്ചക്കൊടി പാടില്ല. ആ നിലപാടാണ്. അപകടത്തിൽപ്പെടുന്നല്ല കാര്യമാണ്. ഏത് അപ്പൊ എന്താ ഇവിടെ ഒന്ന് പറയാത്തെ? അപ്പൊ ഇവിടെ എന്താന്ന് പറയാത്തെ? എന്താ BJP അതാണ് ചോദിക്കുന്നത്. തന്റെ ഇടത്തോട് കൂടിയിട്ട് ഇതെന്റെ സഹോദരങ്ങളാണെന്ന് പറയാനുള്ള ബോധ്യം വേണം. എന്റെ കൂടെ നിൽക്കുന്നവർ പച്ചക്കൊടിയല്ല മഞ്ഞക്കൊടിയല്ല ചുവപ്പ് കൊടിയാണെങ്കിലും പച്ചക്കൊടിയല്ലെങ്കിലും ചുവപ്പ് കൊടിയാണെങ്കിലും മഞ്ഞക്കൊടിയാണെങ്കിലും നീലക്കൊടിയാണെങ്കിലും എന്റെ സഹോദരങ്ങളാണെന്ന് പറയാനുള്ള തന്റെ ഇടം വേണം. അവിടെയാണ് പാകിസ്ഥാൻ പതാക അല്ല എന്ന് പറയാനുള്ള നാഷണൽ മീഡിയയിൽ മോശമായി ഒരുമിച്ച് ബഹളം ഇട്ടിട്ട് എന്നെ തകർക്കാൻ വളരെ ക്ലിയർ ആണ്. ലഹളയ്ക്ക് സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. മാറ്റിവെച്ചത് ലീഗാണ്. അത്രയും മോശം സാഹചര്യമാണ് ഈ രാജ്യത്ത്. അതാണ് പ്രശ്നം. ആ സാഹചര്യം ആരുണ്ടാക്കി? 1986 1986 ആ ഗേറ്റ് തുറന്നതിന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ബിജെപിയുമായി ഒത്തുതീർപ്പ് നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയെ സംസാരിക്കാം. എനിക്ക് മൂന്ന് കാര്യങ്ങൾ സമയം അതിക്രമിച്ചോണ്ടാ. ഒന്ന്, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പാസ്സാക്കി ഒരു സംസ്ഥാനം പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഇവിടെ നിയമമായിട്ടില്ല എന്ന് വെച്ചാൽ പാസ്സാക്കാൻ പറയൂ. പാസ്സാക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു ലീഗലി ഒരു ഇതില്ല. സംസ്ഥാന സർക്കാർ പാസ്സാക്കിയ നിയമത്തിന്റെ ലീഗൽ വാലിഡിറ്റി പൗരത്വം നൽകാൻ പറ്റില്ല. എന്ത് വാദമാണ് ഈ പറഞ്ഞത്? പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പോപ്പുലേഷൻ രജിസ്റ്റർപ്പെടുത്തി നിങ്ങളെ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു അസ്തിത്വം കൊടുക്കുന്ന ഡോക്യുമെന്റ്. കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ കൊണ്ടുവരാൻ? നിങ്ങൾ ഓരോ ഒന്ന് രണ്ട് വേണ്ട കേക്കൂ കേന്ദ്ര സർക്കാർ ഒരൊറ്റ ചോദ്യം കൂടി. എത്ര സമരം ഒരു കാര്യം കൂടി സ്മൃതി, ഈ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയ ഏതെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര്? ഇവിടെ വോട്ട് കൊള്ളയിൽ ഇവിടെ തെളിവുകളുമായിട്ട് രാഹുൽ ഗാന്ധി വന്നിരുന്നു. ഇവിടുത്തെ ദേശാഭിമാനിയുടെ തലക്കെട്ടിൽ എവിടെയും രാഹുലിന്റെ വാർത്ത ഉണ്ടായിരുന്നില്ല. ഉത്തരം മുട്ടിയിട്ടുണ്ട്.
ഉണ്ടായി. അല്ലല്ല. ഇപ്രാവശ്യമൊക്കെ പോയോ? അല്ലല്ല, അവിടുത്തെ അങ്ങനെ പ്രശ്നം അറിയോ? പോയോ? രണ്ട് അങ്ങനെ പാർലമെന്റ് പോയോ? സമ്മേളനം, കേൾക്കൂ, പാർലമെന്റ് ജനത്തോട് പറയണ്ടേ? പാർലമെന്റ് ബഹിഷ്കരിക്കലും ഒരു പിന്നെ എന്തിനാ രാഷ്ട്രീയമാണ്. പാർലമെന്റ് പാർലമെന്റ് ബഹിഷ്കരിക്കലും ഒരു രാഷ്ട്രീയമാണ്. അങ്ങേക്ക് പറയാം, അങ്ങ് എന്ത് വാദമായി പറയുന്നത്? പാർലമെന്റ് ബഹിഷ്കരിക്കലൊക്കെ ഒരു രാഷ്ട്രീയമാണ്. എന്തിനാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, രാഹുൽ പാർലമെന്റ് ഗാന്ധി ബഹിഷ്കരിക്കൽ രണ്ട് രാഷ്ട്രീയമാണ്. പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുത്തിയ ശേഷം പിന്നീട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ ഒരു വോട്ട് ചോരി അവിടെ ഗൗരവമായി ഉന്നയിക്കാതിരുന്നത്? വോട്ട് ചോരി ഈ വാർത്താ പാർലമെന്റിൽ സമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു പാർലമെന്റിൽ പറഞ്ഞില്ലല്ലോ. ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, പാർലമെന്റിൽ രേഖപ്പെടുത്തൽ മാത്രമല്ല രാഷ്ട്രീയം. അത് ശരി. ജനങ്ങളോട് അത് പറയുന്ന സാഹചര്യം പാർലമെന്റ് പാർലമെന്റ് പിരിച്ചുവിട്ടാ പോലെ ശരി, പാർലമെന്റ് വേണ്ടല്ലോ ഈ എനിക്ക് രാജ്യത്ത്. വയ്യ, എനിക്ക് മതി. ശരി. Meet the editors.